ഗേൾസ് മിക്സ്ഡ് ആയിട്ടുള്ള സ്കൂളായിരുന്നു ആദ്യം ഞാൻ പഠിച്ചിരുന്നത്. അവിടെ പഠിച്ചിരുന്ന സമയത്ത് അവർ മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബോയ്സ് സ്കൂളിലോട്ട് കയറിയത്. അവരും പറയുന്നു മുടി വെട്ടണമെന്ന്. എൻ്റെ തലയിൽ മുടി വളരുന്നതിന് അവർക്ക് എന്തിനാണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞുകൂടോ. അതേ പഠിക്കണമെന്നൊന്നും പറയില്ല, അവർക്ക് എപ്പോഴും മുടി വെട്ടിയാൽ മതി. നമ്മുടെ തലയിൽ വളരേണ്ട സാധനം അവർക്ക് വെട്ടണം. പിന്നെ അവരെ എടുത്ത് കളയണം, അവരെയൊക്കെ എടുത്ത് കളയണം. അത് തന്നെ അവരെ കുറേ നിയമങ്ങൾ നമ്മുടെ സ്കൂളിൽ വരുന്ന പഠിക്കാനാണ്, അല്ലാതെ നമ്മൾ മുടി വളർത്തുന്നതിൻ്റെ കാര്യം അവർ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മുടെ ഒരു അധികാരമാണ്. ടീച്ചർമാരായാലും സാറന്മാരായാലും അവർക്ക് മുടി വളർത്താൻ എന്തും ചെയ്യാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തെറ്റാണ്. മെയിൻലി മുടിയാണ് അവർക്ക് പ്രശ്നം. ഡിസിപ്ലിൻ വേണം, പക്ഷേ ഇത്രത്തോളം അവർ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം 2 വർഷം പിന്നി കെട്ടിയാലേ അവർ പഠിക്കേണ്ട പിള്ളേർ എവിടെ ഇരുന്നാലും പഠിക്കും. അവരത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഡിസിപ്ലിൻ വേണം. ഞാൻ ഒരിക്കലും ഡിസിപ്ലിൻ വേണ്ട, അവർക്ക് പേക്കോലമായിട്ട് സ്കൂളിൽ വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇത്രത്തോളം ഈ മുടി പിടിച്ചു വെട്ടിക്കുക അത് ഒരു തരത്തിലുള്ള റാഗിങ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ മുടി വളർത്തണോ വേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ഇപ്പം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെയും അഭിപ്രായം. ഒരിക്കലും നമ്മൾ ഒരു മോശമായി നമ്മളെ സ്കൂളിനെ ഒന്നും ബാധിക്കരുത്. അത് നല്ല കമ്പൾസറി ആയിട്ട് നിങ്ങൾ മുടി വെട്ടിച്ചാലേ നാളെ പഠിപ്പിക്കുള്ളൂ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുടി വെട്ടുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഹെയർ മറ്റൊരാളെ പിടിച്ച് വെട്ടുകയെന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ കാലത്ത് അത്രയും ബാഡായിട്ടുള്ള കാര്യമല്ലേ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മുന്നേ ഞാൻ പഠിച്ചപ്പോൾ എന്താന്ന് പോലും ഞാൻ കേട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് ഈ ഡിപ്രഷൻ. ഒരു കണക്കിന് ഇതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ അവിടുന്ന് അവർക്ക് തന്നെ ഷെയ്മിങ് തോന്നും. കാരണം അയ്യോ അവരെന്തോ വലിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് മുതിർന്നവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയെന്നുള്ളൊരിത് അവർക്ക് വരും. ഒരു ഹെയർ സ്റ്റൈലല്ലല്ലോ ആദ്യമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത്. ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന അവർ റൂട്ടീനും അവർ നേരെ എങ്ങനെ പഠിക്കുന്നതും മുടി വളർത്തുന്നതിന് തമ്മിൽ ഒരു എക്സിക്യൂട്ടീവ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് സ്കൂൾ ലെവലിൽ എക്സിക്യൂട്ടീവ് വരുന്നില്ലല്ലോ. നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് നമുക്കൊരു മുടി വെട്ടി കുറയ്ക്കാനും കോർപ്പറേറ്റ് സമയത്ത് ജീവിക്കുന്ന ഇപ്പോൾ ആൾക്കാർക്ക് പോലെ തന്നെ ഒരു ഫ്രീഡം വരണമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്തിനാണ് ആ ഒരു ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും വെട്ടാവുള്ളൂ, മിലിറ്ററി കട്ടേ വെട്ടാവുള്ളൂ, പറ്റ വെട്ടാവുള്ളൂ, സൈഡ് വെട്ടാൻ പാടില്ല. വൈ ദീസ് റൂൾസ് ആർ ദെയർ? അത് നമ്മളെ ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടില്ല. ലൈക്ക് ഒരു കുട്ടി ഇങ്ങനെ യൂണിഫോം ഇട്ട് ഇങ്ങനെ സ്പെഷ്യലി ഇങ്ങനെ മുടി കട്ട് ചെയ്തിട്ടേ വരാൻ പറഞ്ഞാൽ ഒരു ഭരണഘടനയിലും എഴുതിയിട്ടില്ല. സോ വൈ ഈസ് ദിസ് റൂൾ ദെയർ? ഐ സ്റ്റിൽ ഡോണ്ട് നോ. ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതാണ് ദാറ്റ് മീൻസ് എ റൈറ്റ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. അല്ലാതെ വേറെ രീതിയിലൊന്നും അല്ലല്ലോ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ നെവർ സേസ് ദാറ്റ് നിങ്ങൾ ഇത്രയും ഒരു മുടിയും വെട്ടി നല്ല രീതിയിൽ ഇങ്ങനെ ഓക്കെ യൂട്യൂബ് പ്രസൻറ്റബിൾ. നോ, എഡ്യൂക്കേഷൻ മേക്സ് യു എ ബെറ്റർ പേഴ്സൺ ഫോർ ദ സൊസൈറ്റി. അതെന്ന് മാനേജ്മെൻറ്റ് ആക്കുന്നോ അന്ന് സ്റ്റിൽ ഇന്ത്യ വിൽ ഡെവലപ്പ് മോർ. അതർവൈസ് എപ്പോഴാണ് ഈ മുടി വളർത്തിയവരിങ്ങനെ കഞ്ചാവടിയന്മാരാണ് മറ്റത് ആ ഒരു സോഷ്യൽ പെർസെപ്ഷൻ തന്നെ മാറ്റണം. അത് സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവന്നെങ്കിൽ എവരിബഡി വിൽ ഗെറ്റ് എ ഫെയർ ഓപ്പർച്യൂണിറ്റി ഇൻ ദ സൊസൈറ്റി. അത് മാനേജ്മെൻറ്റ് സത്യം പറഞ്ഞ തെറ്റാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അപ്പോൾ മുടി തീരെ വെട്ടിയിട്ട് വന്നെന്നുള്ളതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ ഒരു കൺട്രോൾ വേണം വളർത്തുന്നതിലായാലും. ഒരു പബ്ലിക് സ്പേസ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ, കീപ്പ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വളർത്തുക, വൃത്തികേടാക്കാതെ മാന്യമായിട്ട് മുടി വളർത്തിക്കൊണ്ട് വരാം. ഒരു റൂളാക്കണം എന്നൊന്നുമില്ല, ഒരു ഡയറക്ഷൻ കൊടുക്കാം. ഇനീഷ്യലി ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും, അല്ലാണ്ട് നിർബന്ധിക്കണം എന്നൊന്നുമില്ല. മുടി വളർത്തുന്നത് അവരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മുടി വളർത്തുന്നതും കെട്ടുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് ഇടപെടുന്നതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല. അവർ പഠിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കൊടുക്കണം. മുടി ഓവറായിട്ട് വളർത്തുന്നതിനെ കുറിച്ച് കുറേയൊക്കെ നമ്മൾ കൺട്രോളിലായിരിക്കണം. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരൊക്കെ ഈ മുടി വളർത്തുന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു കുട്ടിയുടെ ഡിസിപ്ലിനൊക്കെ അത് വെച്ചിട്ടാണ് നോക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയല്ല. കാരണം ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ. പണ്ടെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, സാറന്മാരായാലും ഭയപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് അതൊന്നുമില്ല. അതിന് എതിരായിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ സാറന്മാരെ തിരിച്ച് തല്ലുന്ന ഒരു സ്വഭാവമാണ് കുട്ടികൾക്ക്. അത് ആ ഒരു അച്ചടക്കത്തിന് എന്തായാലും മുടി വെട്ടുന്ന മോശമാണ്. അത് അങ്ങനെ വളർത്തി വരുന്നത് ഡിസിപ്ലിൻ ആവശ്യമാണ്. നമ്മൾ രണ്ടും നോക്കണമല്ലോ, പഠിത്ത കാര്യം നോക്കണം, അതുപോലെ തന്നെ ഡിസിപ്ലിന് വളർത്തണമല്ലോ കൊച്ചുപിള്ളേർ. അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഒരു മരം അടിച്ചേൽപ്പിക്കേണ്ട, എന്നാലും മിനിമം ഒരു ഭംഗിയിലൊക്കെ അങ്ങനെയല്ല, അച്ചടക്കത്ത് സ്കൂളല്ലേ. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ സ്കൂളുകാർ ഓവറായിട്ട് ഒരാളുടെ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ ഉള്ള ഡിസിപ്ലിൻ വേണം. അങ്ങനെ തന്നെ പോവേണ്ടത്. ആക്ഷൻ എടുക്കണം, നന്നായിട്ട് പോകണം. സ്കൂളിലൊക്കെ നല്ല വൃത്തിയായിട്ടല്ലേ പോവേണ്ട. തലമുടിയൊക്കെ പെൺകുട്ടികൾ തലമുടിയും വെട്ടി നല്ലതായിട്ട് കെട്ടിപ്പോകണം. ആൺകുട്ടികൾ തലമുടിയൊക്കെ വെട്ടി നല്ല നീറ്റായി പോകണം. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത്യാവശ്യത്തിന് ഡിസിപ്ലിൻ പാലിക്കണം. മുടി വളർത്തുന്നത് തെറ്റില്ല, പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെതായ രീതിക്ക് കട്ട് ചെയ്തിട്ട് പോയാൽ കുഴപ്പമില്ല.
സ്കൂളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഒരു റൂൾസ് റെഗുലേഷൻസ്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായാലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്നുണ്ടല്ലോ. ഡിസിപ്ലിനാണ്, എന്നാലും അതൊക്കെ അവരെ ഇഷ്ടമാണല്ലോ, കുട്ടികളെ ഇഷ്ടമല്ലേ. എല്ലാവരും അത് നല്ലതുപോലെ എടുക്കണമെന്നില്ലല്ലോ. ഞാനായാലും ഇപ്പം എന്നോട് വന്നിട്ട് മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നൂലേ, പെട്ടെന്ന് വെട്ടണം, അതെൻ്റെ ഇഷ്ടമല്ലേ എങ്ങനെ ചെയ്യണമെന്നാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അതൊക്കെ അവരെ ഇഷ്ടമല്ലേ. അപ്പം പിന്നെ സ്കൂളിൻ്റെ റൂൾസും അതായിട്ട് ഇതാകുമ്പം ഒന്നും കുറ്റവും പറയാൻ പറ്റത്തില്ല. പക്ഷെ മുടി വളർത്തലൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, അപ്പം വളർത്തിക്കോട്ടെ, ഒരു ലിമിറ്റ് വരെ വളർത്തിക്കോ. അത് കഴിഞ്ഞ് വളർത്തുമ്പോഴാണ് അവർക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ വളർത്തുന്ന മുടി കെട്ടി വയ്ക്കുക, അല്ലേ വളർത്താതെ പോകരുത്. മുടി വളർത്താൻ തെറ്റൊന്നും ഞാൻ പറയത്തില്ല, കാരണം അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പോൾ ആവശ്യത്തിന് മുടി വളർത്തിയിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക, അല്ലേ വെട്ടുക. അത് ഓരോരുത്തരെ കോൺസെപ്റ്റിനനുസരിച്ചിരിക്കും. വളരെ മോശം തീരുമാനം. നമ്മുടെ സ്കൂളിൽ മുടി വെട്ടാൻ പറഞ്ഞാൽ നമ്മളെ വെളിയിറങ്ങിയൊന്നും വിടൂല. പക്ഷേ വെട്ടാൻ പറയും, എക്സസൈസുകാർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാറുണ്ട്. നമ്മളെ സ്കൂളിലാവുകൊണ്ട് അങ്ങനെ പറയാറില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മുടി വെട്ടാൻ പറയുന്നത് വളരെ മോശമാണ്. അവരവരെ സ്വന്തം ഇഷ്ടപ്രകാരം മുടി വളർത്തുന്നതിൽ അവർക്കെന്താണ് പ്രശ്നം? അതാണ് നമ്മുടെ ചോദ്യം. മുടി എന്തിനാണ്? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, അവർക്ക് പറയാനുള്ള എന്തിനധികാരമുണ്ട്? അങ്ങനെ നിയമങ്ങളൊന്നും വേണ്ട.